ഒരു വാർത്തയുടെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ഇന്ന് മോദി എത്തുകയാണ് തിരുവനന്തപുരം ജില്ലയിലേക്ക്. സംസ്ഥാനത്ത് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കാഹളം മുഴക്കാൻ പ്രധാനമന്ത്രി ഇന്ന് തലസ്ഥാനത്ത് എത്തുകയാണ്. രാവിലെ 9:30 തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ പ്രത്യേക വിമാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും. തുടർന്ന് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ പരിപാടിയിൽ പങ്കെടുക്കും. ഗഗൻയാൻ പദ്ധതി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചേക്കും. മറ്റ് പദ്ധതികളുടെ പ്രഖ്യാപനവും ഉണ്ടാകും. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന സംസ്ഥാന പദയാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 12 മണിയോടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മനു ഭരത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. മനു, ഗുഡ് മോർണിംഗ്. 2 മാസത്തിനിടെ ഇത് 4ാം തവണയാണ് കേരളത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ തിരുവനന്തപുരത്തേക്ക് ഇന്ന് എത്തുമ്പോൾ പദയാത്രയുടെ ഒരു സമാപന ഉദ്ഘാടനമാണ് അദ്ദേഹത്തിന്റെ പ്രധാന അജണ്ടയായി വരുന്നത് എന്നുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയ കേരളം ഏറ്റവും പ്രാധാന്യത്തോടെ ഉറ്റുനോക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള BJP സ്ഥാനാർത്ഥികളുടെ NDA സ്ഥാനാർത്ഥികളുടെ ഒരു പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ എന്നുള്ളതാണ്. എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നാണ് കരുതുന്നത്? മനു, ഗുഡ് മോർണിംഗ് ആര്യ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം സാധാരണ BJP നടത്താറ് അവരുടെ പാർലമെന്ററി ഇലക്ഷൻ കമ്മിറ്റിയുടെ യോഗം ചേർന്നതിന് ശേഷം ഘട്ടഘട്ടമായി സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുക എന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ഒരു പൊതുയോഗത്തിൽ അങ്ങനെ സ്ഥാനാർത്ഥികൾ ആര് എന്ന പ്രഖ്യാപനം സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. ഇവിടെ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ എന്നാൽ ഇത്തരം വലിയ പൊതുയോഗങ്ങളിൽ പ്രഖ്യാപിച്ച സാഹചര്യവും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് എല്ലാവരും വളരെ പ്രാധാന്യത്തോട് ഉറ്റുനോക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചന പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടാകുമോ എന്നതാണ്. കാരണം തിരുവനന്തപുരത്ത് ആര് മത്സരിക്കും എന്നത് വളരെ കൗതുകത്തോടു കൂടിയും അതുപോലെ തന്നെ വളരെ താല്പര്യത്തോടു കൂടിയുമാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. മറ്റ് ഇടങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക എപ്പോഴത്തേക്കാകും എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കയും ഉയരുന്നുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുടെ വരവ് തുടരെ കേരളത്തിലേക്കുള്ള വരവ് ദക്ഷിണേന്ത്യയിൽ BJP കൂടുതൽ ശക്തമായി പ്രവർത്തനങ്ങൾ നടത്തുക എന്ന ഒരു നീക്കത്തിൻ്റെ ഭാഗമായി കൂടിയാണ് എന്നത് വ്യക്തമാണ്. കാരണം ഉത്തരേന്ത്യയിൽ BJPക്ക് പല സംസ്ഥാനങ്ങളിലും അവർക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധി സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യം 2019 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ അവരുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുക, കുറെ കൂടി കരുത്തുറ്റ പ്രവർത്തനം കാഴ്ചവെക്കുക എന്നൊരു നിലപാടാണ് BJP പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പ്രധാനമന്ത്രി കേരളത്തിലും തമിഴ്നാട്ടിലും അതുപോലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്നു. പ്രത്യേകിച്ച് ലക്ഷദ്വീപിലേക്ക് അദ്ദേഹം വന്ന് അവിടെ ടൂറിസം സാധ്യതകളെക്കുറിച്ച് പറയുന്നു. അങ്ങനെ മൊത്തത്തിലൊരു വികസന പദ്ധതികളെക്കുറിച്ചൊക്കെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നടക്കാൻ പോകുന്ന യോഗത്തിൽ ഒരു പ്രധാന പ്രഖ്യാപനമായി ഉണ്ടാകാൻ പോകുന്നത്, എല്ലാ യോഗത്തിലും ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ പ്രധാനമന്ത്രി താൻ തിരിച്ചു വരും, വീണ്ടും മോദി സർക്കാർ അധികാരത്തിൽ വരും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്നലെയും ആ ആത്മവിശ്വാസം പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചു. 41,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഇന്നലെ ജൂലൈയിൽ തൻ്റെ 3ാമത്തെ സർക്കാർ അതിൻ്റെ പ്രയാണം ആരംഭിക്കും എന്ന തരത്തിൽ ഒരു പ്രഖ്യാപനം ഇന്നലെ നടത്തുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും ആ രീതിയിൽ തന്നെയുള്ളൊരു പ്രഖ്യാപനം, ആ ഒരു ആത്മവിശ്വാസ പ്രകടനം, അതിന് എന്ത് ഭാഷയാണ് അദ്ദേഹം ഉപയോഗിക്കുക എന്നതാണ് എല്ലാവരും കൗതുകത്തോടെ ഉറ്റുനോക്കുന്നത്. താൻ തിരിച്ചു വരുമെന്ന ആത്മവിശ്വാസം ഇന്നത്തെ യോഗത്തിൽ പ്രധാനമന്ത്രി പ്രകടിപ്പിക്കും. വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യും. അതോടൊപ്പം ഈ തിരുവനന്തപുരത്തിൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ നൽകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ഈ കേന്ദ്ര പദ്ധതികളിൽ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ യോഗമാണ് ഇന്നത്തെ ഈ സമാപന സമ്മേളനത്തോടൊപ്പം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് അതിലെ യാത്രികരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പ്രധാനമന്ത്രിയിൽ നിന്ന് കേൾക്കാൻ ആളുകൾ തീർച്ചയായും മനു ഭരത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.